എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേസ് മാർക്ക് സർക്കുലർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ ഏപ്രിൽ 10-ാം തീയതിക്കകം അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളൊന്നും ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ഇനത്തിലാണ് ഗ്രേസ് മാർക്കിന് അർഹതയുള്ളത്, ആ ഒരു ബന്ധപ്പെട്ട ആ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഇനം ഏതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റുകളുടെ കോപ്പികളും കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കൂളിൽ നൽകിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഏപ്രിൽ 10-ാം തീയതിക്കകം നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ സ്കൂളുകളിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് +1 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള എന്തെങ്കിലും, അതായത് സംസ്ഥാനതല കലോത്സവം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഇനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ +2 ആണെങ്കിൽ അവർക്ക് NSS ഉണ്ടാകും, അതുപോലെ തന്നെ NCC ഉണ്ടാകും. ഇതുപോലുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിഭാഗമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ഇനത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകും. അപ്പോൾ ആ ഒരു വിഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്ക് ലഭിക്കാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കോൺടാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും, ക്ലാസ് ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നൽകണമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതിക്കകം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രോസസ്സിനായിട്ട് നിങ്ങളുടെ അതായത് ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്, ആ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, അതായത് കോപ്പി സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ടില്ലേ, അതായത് ആ ഒരു ഡീറ്റെയിൽസ് ആ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അതിൻ്റെ കോപ്പികൾ നിങ്ങൾ സ്കൂളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി ഏതൊക്കെ ഇനങ്ങൾക്കാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിനുള്ള അർഹതയുള്ളത് എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് +1 നിങ്ങളിപ്പോൾ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് +1 പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇനത്തിന് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ +1 സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ കൂടിയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഇനങ്ങൾക്കുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് NSSനാണുള്ളത്, അതല്ലെങ്കിൽ നിങ്ങൾ SPC ആണുള്ളത്, അതുപോലെ തന്നെ NS, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് +2 ശേഷം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് +2 ആ ഒരു മാർക്കിൻ്റെ കൂടിയാണ് ആഡ് ചെയ്യുക. അപ്പോൾ +1 പഠിക്കുന്ന സമയത്ത് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് +1 ആ ഒരു മാർക്കിൻ്റെ കൂടിയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ള എന്തൊക്കെ ഞങ്ങൾക്കാണ് ഗ്രേസ് മാർക്കിന് അർഹതയുള്ളത്, ആ ഒരു മാർക്കുകളൊക്കെ +2 മാർക്കിൻ്റെ കൂടിയായിരിക്കും ആഡ് ചെയ്യുക. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് 90% മാർക്ക് ആകുന്നത് വരെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോൽക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന് ഗ്രേസ് മാർക്ക് ലഭിച്ച് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഇനങ്ങൾക്കാണ് ഗ്രേസ് മാർക്ക് +1 +2 വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ കേരള സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസൻ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയാൽ 20, B ഗ്രേഡ് കിട്ടിയാൽ 15, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്കാണ് കിട്ടുക. അതുപോലെ സംസ്ഥാനതല വാർത്താവായന മത്സരത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, ടാലൻറ്റ് സെർച്ച് ശാസ്ത്രം, ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, ടാലൻറ്റ് സെർച്ച് സാമൂഹ്യ ശാസ്ത്രം എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾക്കുള്ളവർക്ക് 1-ാം സ്ഥാനം കിട്ടിയാൽ 20 മാർക്ക്, 2-ാം സ്ഥാനം കിട്ടിയാൽ 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്ക് വീതമാണ് നൽകുക. അതുപോലെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിനുള്ളവർക്ക് A ഗ്രേഡ് കിട്ടിയാൽ 25, B ഗ്രേഡ് കിട്ടിയാൽ 20 മാർക്ക്, C ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്കാണ് കിട്ടുക. അതുപോലെ ജൂനിയർ റെഡ് ക്രോസ്, സാധാരണ ഇത് 10-ാം ക്ലാസ്സിലാണ് ഉണ്ടാവുക, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 10 മാർക്കാണ്. സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പ്രൊജക്റ്റും സാധാരണ ഇതിനുള്ളവർക്ക് 20 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സംസ്ഥാനതല ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്തവർക്ക് A ഗ്രേഡ് ആണെങ്കിൽ 20 മാർക്ക്, B ഗ്രേഡ് ആണെങ്കിൽ 15 മാർക്ക്, C ഗ്രേഡ് ആണെങ്കിൽ 10 മാർക്ക്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്ക് 25 മാർക്ക്. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തമുള്ളവർക്ക് 25 മാർക്കാണ്. അതുപോലെ തന്നെ രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ലഭിച്ചവർക്ക് 40 മാർക്ക്. അതുപോലെ തന്നെ രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ, അതായത് രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ചവർക്കാണ് വിഭാഗത്തിൽ, അതായത് രാഷ്ട്രപതിയുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് കിട്ടുക. ഇനി നമുക്ക് NSS നോക്കാം. NSSൻ്റെ കാര്യം ഒരു വിദ്യാർത്ഥി പറഞ്ഞു NSS ഇല്ല എന്നുള്ളത്. ഇതിൽ NSS ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ NSS എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമാണ്. അപ്പോൾ നാഷണൽ സർവീസ് സ്കീമിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള, അതായത് ഇതിൽ
അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് കിട്ടുക. അതായത് NSS വോളണ്ടിയേഴ്സിന് ഒരു 20 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള ക്യാമ്പുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള NSS വോളണ്ടിയേഴ്സ് ആണെങ്കിൽ 25 മാർക്കാണ്. റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇത്രയുമാണ് മാർക്ക് കിട്ടുക. അതുപോലെ ഇതിൽ NSS ഇല്ല എന്ന് ചോദിച്ച വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 8ാമതായിട്ടാണ് NSSൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് NSSൽ ഒരു അംഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, അതായത് NSSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് കിട്ടുക. നിലവിൽ NSSൻ്റെ ആ ഒരു ഗ്രേസ് മാർക്കിനായിട്ടുള്ള എൻട്രികളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാകും. കാരണം ഏകദേശം മാർച്ച് 27 ആ ഒരു ഡേറ്റിൽ സ്കൂളിൽ നിന്ന് ഈ ഒരു NSSൻ്റെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ NSSൻ്റെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള എൻട്രികൾ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു NSSന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അർഹമായിട്ടുള്ള ആ ഒരു ഗ്രേസ് മാർക്ക് കിട്ടുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് ലിറ്റിൽ കേസ് സാധാരണ 10ാം ക്ലാസ്സിലാണ്, അതിന് 15 മാർക്കാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ 25 മാർക്ക്. അതുപോലെ തന്നെ ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്ക്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് വിന്നർ ടീമിന് 5 മാർക്ക്, സെക്കൻഡ് വിന്നർ ടീമിന് 3 മാർക്ക്. ഇത് സാധാരണ 10ാം ക്ലാസ്സിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ സർഗോത്സവത്തിന് എ ഗ്രേഡ് കിട്ടിയാൽ 15, ബി ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്ക്. അതുപോലെ തന്നെ സദേൺ ഇന്ത്യ ഫെയറിന് ആദ്യം 3 സ്ഥാനക്കാർക്ക് 25 മാർക്ക്. ഇനി അടുത്തത് നമുക്ക് സ്പോർട്സ് നോക്കാം. സ്പോർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അന്തർദേശീയ വിഭാഗത്തിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ 100 മാർക്ക്, 2ാം സ്ഥാനം കിട്ടിയാൽ 90 മാർക്ക്, 3ാം സ്ഥാനം കിട്ടിയാൽ 80 മാർക്ക്. ഇതിൽ പങ്കെടുത്തവർക്ക് 75 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ ദേശീയ തലം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദേശീയ തലത്തിൽ 1ാം സ്ഥാനത്തിന് 50 മാർക്ക്, അതുപോലെ 2ാം സ്ഥാനത്തിന് 45, 3ാം സ്ഥാനത്തിന് 40 മാർക്ക്. ഇതിൽ പങ്കെടുത്തവർക്ക് 35 മാർക്കാണ് കിട്ടുക. ഇനി അടുത്തതായിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്ക്. 1ാം സ്ഥാനത്തിന് 20, 2ാം സ്ഥാനത്തിന് 17, 3ാം സ്ഥാനത്തിന് 14, 4ാം സ്ഥാനത്തിന് 10, 5ാം സ്ഥാനത്തിന് 8, 6ാം സ്ഥാനത്തിന് 6 മാർക്ക്, 7ാം സ്ഥാനത്തിന് 4 മാർക്ക്, 8ാം സ്ഥാനത്തിന് 2 മാർക്കാണ് കിട്ടുക. ഇനി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന കായിക മത്സരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്കാണ്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 1ാം സ്ഥാനത്തിന് 20 മാർക്ക്, 2ാം സ്ഥാനത്തിന് 17, 3ാം സ്ഥാനത്തിന് 14 മാർക്ക്, 4ാം സ്ഥാനത്തിന് 10 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ അടുത്തത് NCC ആണ്. NCCയിൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള പരേഡ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് 40 മാർക്കാണ് കിട്ടുക. അതിൽ തന്നെ ഈ ഒരു തൽസൈനിക് ക്യാമ്പ്, അതുപോലെ തന്നെ ഇന്ത്യ നൗ സൈനിക് ക്യാമ്പ്, അതുപോലെ ഇന്ത്യ വായു സൈനിക് ക്യാമ്പ്, അതുപോലെ തന്നെ SPLNIC യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ പങ്കെടുത്തവർക്ക് ഈ ഒരു വിവിധ വിഭാഗങ്ങളായിട്ട് 40 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു മറ്റ് സാമൂഹ്യ സേന പരിപാടികളിലും മറ്റ് NCC പരിപാടികളിലും ഈ ഒരു കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇവരുടെ പരിശീലന കാലയളവിൽ 2 മുതൽ 3 മാസം വരെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 30 മാർക്ക് ഗ്രേസ് മാർക്ക് ഇനത്തിൽ നൽകുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, അതുപോലെ തന്നെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, അതുപോലെ റോക്ക് ക്ലൈമ്പിംഗ് ട്രെയിനിങ് ക്യാമ്പ്, അഡ്വാൻസ് ലീഡർഷിപ്പ് ക്യാമ്പ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കുള്ളവർക്കും, അതുപോലെ തന്നെ ALC ബേസിക് ലീഡർഷിപ്പ് ക്യാമ്പ്, BLC ട്രാക്കിംഗ് പ്രീ, RDC, അതുപോലെ അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ്, അതുപോലെ തന്നെ പ്രീ TSC, പ്രീ NSC, അതുപോലെ പ്രീ VSCIGC എന്നിങ്ങനെ, അതുപോലെ ബേസിക് പാരാ കോഴ്സ്, സെൻട്രലി ഓർഗനൈസ്ഡ് ക്യാമ്പ്, അതുപോലെ തന്നെ എന്നിവയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 10 മുതൽ 30 ദിവസം വരെയുള്ള ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നതാണ്. സർക്കാരിൻ്റെ മറ്റ് സാമൂഹിക സേവന പരിപാടികളും മറ്റ് NCC പരിപാടികളിലും ഈ ഒരു കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 30 മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്നതിൽ കിട്ടുക. ഇനി 75% അതിൽ കൂടുതൽ പരേഡ് അറ്റൻഡൻസ് ഉള്ളവർ, അവർ ഈ ഒരു ശനിയാഴ്ചകളിൽ നടക്കുന്ന സ്കൂൾ കോളേജിൽ നടക്കുന്ന ഈ ഒരു പരേഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ സർക്കാരിൻ്റെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളും മറ്റ് NCC പരിപാടികളും ഈ ഒരു കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 20 മാർക്കാണ് ഈ ഒരു ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക. ഇനി അടുത്തതായിട്ടുള്ളത് സ്കൂൾ സോഷ്യൽ സർവീസസ് സ്കീമാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ A ഗ്രേഡ് കിട്ടിയാൽ 25 മാർക്ക്, B ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്ക്, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്കാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഗ്രേസ് മാർക്ക് പരാമർശം ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് +1 അർഹതയുള്ള ആ ഒരു ഗ്രേസ് മാർക്ക് +1 ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ +2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുള്ള എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഇനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുക +2 മാർക്കിൻ്റെ കൂടിയാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 90% മാർക്ക് ആ ഒരു വർഷത്തിൽ ഒരു സബ്ജക്റ്റിന് ആവുന്നത് വരെയാണ് ആ ഒരു സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി എടുക്കാം. +2 കെമിസ്ട്രി
എടുക്കാം. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 60 മാർക്കിലാണ് പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു മാർക്ക് ഈ ഒരു 56 മാർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ 90% എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 90% മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ലഭിച്ചിട്ടുള്ളത് ഒരു 50 മാർക്കാണ്. എന്നാൽ നിങ്ങൾക്കൊരു 20 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിന് മാത്രമേ മാർക്ക് കുറവുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 56 54 90% മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 54 മാർക്ക് ആകുന്നത് വരെയാണ് ഇതിനെ ഈ ഒരു 20-ൽ നിന്നും, അതായത് ഈ ഒരു 54 എന്ന് പറയുമ്പോൾ 4 മാർക്ക് മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് അതിനെ ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അതായത് ഈ 50 മാർക്കല്ല, അതായത് ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെ, അതായത് ടോട്ടലായിട്ടാണ് നോക്കുക. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് 90% ആവുന്നത് വരെയാണ്. അതായത് നിങ്ങളുടെ CE അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അതുപോലെ തിയറി എന്നിവയുടെ ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് അത് 90% മാർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഈ ഒരു മാർക്ക് ആഡ് ചെയ്യുക. സാധാരണഗതിയിൽ ഈ ഒരു നിങ്ങളുടെ എഴുത്ത് പരീക്ഷയുടെ മാർക്കിൻ്റെ കൂടെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പാസ്സാവുന്നതിനായിട്ട് ഗ്രേസ് മാർക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാസ് മാർക്കിൻ്റെ, അതായത് പാസ്സാവാനായിട്ടുള്ള TE മാർക്കിൻ്റെ കൂടെയാണ് ഇത് ആഡ് ചെയ്യുക. CE മാർക്കും ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുന്നില്ല. അത് ജസ്റ്റ് പറഞ്ഞപ്പോൾ വന്നിട്ടുള്ള ഒരു തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് TE മാർക്കിൻ്റെ കൂടെയാണ് ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള ആ ഒരു, അതായത് നിങ്ങൾക്ക് ഡി ഗ്രേഡ് ഒക്കെയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ജയിക്കാനായിട്ട് 18 മാർക്ക് വേണം, എന്നാൽ നിങ്ങൾക്കൊരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് CE ഉണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് നൽകി ഇതിനെ ജയിപ്പിക്കുന്നതായിരിക്കും. അതായത് ടോട്ടൽ 18 മാർക്ക് ആകുന്നതിന് നിങ്ങൾക്ക് ഈ രീതിയിൽ മാർക്ക് നൽകിയിട്ട് നിങ്ങളെ ജയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഏപ്രിൽ 10 തീയതിക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.